എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, നമ്മൾ എങ്ങനെയൊരു വ്യക്തിയാണെന്ന് അറിയാൻ പല രീതികളും ഉണ്ടല്ലോ. ചിലർ ജ്യോതിഷത്തെ ആശ്രയിക്കും, ചിലർ കൈരേഖ നോക്കും, ചിലർ സംഖ്യാശാസ്ത്രം വിശ്വസിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ലളിതവും അതേസമയം വളരെ ആകർഷകവുമായ ഒരു രീതിയാണ്. അതാണ് പൈതഗോറിയൻ സംഖ്യാശാസ്ത്രം ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ പേരിൻ്റെ ആദ്യ അക്ഷരം മാത്രം നോക്കി അവരുടെ സ്വഭാവവും ഭാവിയും മനസ്സിലാക്കുന്ന രീതിയെക്കുറിച്ച്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, പേരിന് എന്താ അത്ര പ്രാധാന്യം? പക്ഷേ ഈ ലോകത്ത് ഓരോ ശബ്ദത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്മുടെ പേര് നമ്മൾ ദിവസവും കേൾക്കുന്നു, വിളിക്കുന്നു. അതിനാൽ അതിൻ്റെ സ്വാധീനം നമ്മുടെ മനസ്സിനും ജീവിതത്തിലും ഉണ്ടാകുമെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളെ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളായി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. അതായത് ഓരോ അക്ഷരത്തിനും ഓരോ നമ്പറുണ്ട്. ആ നമ്പറുകൾക്ക് ഓരോ ആഗ്രഹങ്ങളുടെ സ്വാധീനവും ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ഏത് നമ്പറിലാണ് വരുന്നത്, ആ നമ്പറിൻ്റെ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കും എന്നാണ് ഈ രീതിയുടെ വിശ്വാസം. ഇപ്പോൾ നമുക്ക് ഓരോ നമ്പറിൻ്റെ സ്വഭാവവും അതുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളും ഒന്ന് വിശദമായി നോക്കാം. ആദ്യ സംഖ്യ 1. അക്ഷരങ്ങൾ എ, ജെ, എസ് എന്ന അക്ഷരങ്ങൾ ഈ നമ്പറിന് കീഴിൽ വരുന്നു. ഈ സംഖ്യയെ സ്വാധീനിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ എന്നത് ശക്തിയുടെ പ്രതീകമാണ്, നേതൃഗുണത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ഈ അക്ഷരങ്ങളിൽ പേരിൻ്റെ തുടക്കം വരുന്ന ആളുകൾ സാധാരണയായി ശക്തമായ വ്യക്തിത്വമുള്ളവരായിരിക്കും. ഇവരെ നിങ്ങൾ കണ്ടാൽ തന്നെ ഒരു ആത്മവിശ്വാസം കാണാം. അവർ എവിടെയെങ്കിലും പോയാൽ അവർക്ക് ഒരു പ്രത്യേക ശ്രദ്ധ ലഭിക്കും. അവർക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ് സ്വാഭാവികമായി ഉണ്ടാകും. എന്നാൽ ഇവർക്ക് ചെറിയൊരു പ്രശ്നവുമുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാം. പല കാര്യങ്ങളും ഒരുമിച്ച് ചിന്തിക്കുന്നതിനാൽ ശരിയായ തീരുമാനത്തിലെത്താൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഇവരുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരിക്കൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിനെ വീണ്ടും തിരികെ നേടാനുള്ള ശക്തിയാണ്. അത് അവരുടെ ആത്മീയ വിശ്വാസമാകാം, അവരുടെ മനസ്സിലെ ഉറച്ച തീരുമാനമാകാം, അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനമായിരിക്കാം. അവർ ഒരിക്കലും പൂർണ്ണമായി തകരില്ല. ഇനി അടുത്തത് സംഖ്യ 2. ബി, കെ, ടി എന്ന അക്ഷരങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നു. ഈ സംഖ്യയുടെ സ്വാധീനം വളരെ സമാധാനപരമാണ്. ഈ അക്ഷരങ്ങളിലുള്ള ആളുകൾ സാധാരണയായി വളരെ സോഫ്റ്റായ സ്വഭാവമുള്ളവരായിരിക്കും. അവർക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവർ അതിനെ സമാധാനത്തോടെ നേടാൻ ആഗ്രഹിക്കും. ആരോടും പ്രശ്നമുണ്ടാക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല. എന്നാൽ അതിനൊപ്പം ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനുമുള്ള കഴിവ് വളരെയധികം കൂടുതലാണ്. ജീവിതത്തിൽ പലരും തെറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിനെ അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ എല്ലാവർക്കും കഴിയില്ല. എന്നാൽ ഈ സംഖ്യയിലുള്ളവർക്ക് അത് കഴിയും. അതാണ് അവരുടെ വളർച്ചയുടെ രഹസ്യം. ഇവർക്ക് ആത്മാഭിമാനം വളരെ പ്രധാനമാണ്. ആരെങ്കിലും അവരുടെ ആത്മാഭിമാനത്തെ തൊടുകയാണെങ്കിൽ അവർക്ക് അതിനെ സഹിക്കാൻ ബുദ്ധിമുട്ടാകും. അവർ പുറത്തേക്ക് അധികം പ്രതികരിക്കാതിരുന്നാലും ഉള്ളിൽ അത് വളരെ ആഴത്തിൽ ബാധിക്കും. ഇനി അടുത്തത് സംഖ്യ 3. സി, എൽ, യു എന്ന അക്ഷരങ്ങൾ ഈ ഗ്രൂപ്പിൽ വരുന്നു. ഈ സംഖ്യയെ സ്വാധീനിക്കുന്നത് വ്യാഴഗ്രഹമാണ്. വ്യാഴം എന്നത് ജ്ഞാനത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ പ്രതീകമാണ്. ഈ അക്ഷരങ്ങളിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ആകർഷണമുണ്ടാകും. അവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചു കേൾക്കും. അവരുടെ സാന്നിധ്യം തന്നെ ഒരു പോസിറ്റീവ് എനർജി നൽകും. ജീവിതത്തിൽ ഇവർക്ക് പ്രശ്നങ്ങൾ വരും, പക്ഷേ ഇവർക്ക് ഒരു വലിയ അനുഗ്രഹമുണ്ട്. അവർ എളുപ്പത്തിൽ തകരില്ല.
എത്ര തടസ്സങ്ങൾ വന്നാലും അവർ വീണ്ടും എഴുന്നേൽക്കും. അതിന് കാരണം അവരുടെ ഭാഗ്യവും അവരുടെ മനസ്സിന്റെ ശക്തിയുമാണ്. ഇനി സംഖ്യ 4 ഡി, എം, വി എന്ന അക്ഷരങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നു. ഈ സംഖ്യയെ സ്വാധീനിക്കുന്നത് രാഹുവാണ്. രാഹു എന്നത് ഒരു വിചിത്രമായ ഗ്രഹമാണ്. അത് സാധാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകളെ സൂചിപ്പിക്കുന്നു. ഈ അക്ഷരങ്ങളിലുള്ള ആളുകൾ സാധാരണയായി വളരെ ബുദ്ധിയുള്ളവരായിരിക്കും. അവർ കാര്യങ്ങളെ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ കാണും. അവരുടെ ചിന്താഗതിയിൽ ഒരു പ്രത്യേകത ഉണ്ടാകും. ഇവർക്ക് യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കാനും ഇവർ ആഗ്രഹിക്കും. ഒരേ രീതിയിൽ ജീവിക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വേണം. സംഖ്യ 5 ഇ, എൻ, ഡബ്ല്യു എന്ന അക്ഷരങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നു. ഈ സംഖ്യയെ സ്വാധീനിക്കുന്നത് ബുധനാണ്. ബുധൻ എന്നത് ബുദ്ധിയുടെ ആശയവിനിമയത്തിന്റെ ഗ്രഹമാണ്. ഈ അക്ഷരങ്ങളിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർക്ക് ഒരു കാര്യം തുടങ്ങാൻ കുറച്ച് മടി കാണിക്കും. അതായത് അവർക്ക് തുടക്കത്തിൽ അല്പം വൈകും. എന്നാൽ ഒരിക്കൽ അവർ അത് തുടങ്ങുകയാണെങ്കിൽ അതിനെ വളരെ മികച്ച രീതിയിൽ പൂർത്തിയാക്കും. ഇവർക്ക് വൃത്തിയോടും ക്രമീകരണത്തോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. എല്ലാം നന്നായി സജ്ജമാക്കി വയ്ക്കാൻ ഇവർ ആഗ്രഹിക്കും. അതുകൊണ്ട് ഇവർക്ക് പല മേഖലകളിലും വിജയം നേടാൻ കഴിയും. ഓരോ സംഖ്യയ്ക്കും ഓരോ സ്വഭാവമുണ്ട്, ഓരോ എനർജിയുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പല രീതിയിലും പ്രകടമാകുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തതായി സംഖ്യ 6 എഫ്, ഒ, എക്സ് എന്ന അക്ഷരങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നു. ഈ സംഖ്യയെ സ്വാധീനിക്കുന്നത് ശുക്രനാണ്. ശുക്രൻ എന്നത് സൗന്ദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, കലയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ചാമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ആളുകൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ ഒരു സ്വാഭാവിക കഴിവുണ്ട്. അവർ അധികം ശ്രമിക്കാതെ തന്നെ ആളുകളെ സ്വന്തമാക്കും. അവരുടെ സംസാര രീതിയും പെരുമാറ്റവും അവരുടെ വ്യക്തിത്വവും എല്ലാം ഒരുപാട് ആകർഷകമായിരിക്കും. ഇവർക്ക് കലകളോട് വലിയ താല്പര്യമുണ്ടാകും. പാട്ട്, നൃത്തം, ചിത്രരചന, ഫാഷൻ, എന്തായാലും സൗന്ദര്യം അടങ്ങിയ കാര്യങ്ങൾ ഇവരെ എളുപ്പത്തിൽ ആകർഷിക്കും. അതുപോലെ ഇവർക്ക് യാത്രകൾക്കും വലിയ ഇഷ്ടമുണ്ട്. പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ അനുഭവങ്ങൾ നേടാനും ഇവർ ആഗ്രഹിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർ വളരെ സൂത്രശാലികളാണ്. അഥവാ അവർ കാര്യങ്ങൾ വളരെ നന്നായി പ്ലാൻ ചെയ്ത് നടത്തും. ഒരു കാര്യവും വെറുതെ ചെയ്യില്ല. എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ടാകും. അതുപോലെ തന്നെ ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുണ്ട്. പലർക്കും അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. കാരണം ഇവർ എല്ലാം തുറന്നു പറയുന്നവരല്ല. ഇനി സംഖ്യ 7 ജി, പി, വൈ എന്ന അക്ഷരങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നു. ഈ സംഖ്യയെ സ്വാധീനിക്കുന്നത് സൂര്യനും കേതുവുമാണ്. ഈ കോമ്പിനേഷൻ വളരെ പ്രത്യേകമാണ്. ഈ അക്ഷരങ്ങളിലുള്ള ആളുകൾ സാധാരണയായി വളരെ ആത്മീയമായ ചിന്തകളുള്ളവരായിരിക്കും. അവർ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കും. എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവരുടെ മനസ്സിൽ വരും. ഇവരുടെ ഒരു വലിയ ഗുണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ്. ആരെങ്കിലും സഹായം ചോദിച്ചാൽ അവർ എത്ര ബിസിയായാലും എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ ഇവർ ശ്രമിക്കും. അതാണ് ഇവരെ പ്രത്യേകമാക്കുന്നത്. ഇവർക്ക് നല്ല നേതൃഗുണവും ഉണ്ടാകും. എന്നാൽ അത് അഹങ്കാരത്തോടെയുള്ള ലീഡർഷിപ്പ് അല്ല, മറിച്ച് ആളുകളെ മനസ്സിലാക്കി അവരെ പിന്തുണച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് ഇവരുടെ നേതൃത്വം. അടുത്തത് സംഖ്യ 8 എച്ച്, ക്യു, സെഡ് എന്ന അക്ഷരങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നു. ഈ സംഖ്യയെ സ്വാധീനിക്കുന്നത് ശനിയാണ്. ശനി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയം തോന്നും. പക്ഷെ ശനി എന്നത് ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക്, പേഷ്യൻസ് എന്നിവയുടെ പ്രതീകമാണ്. ഈ അക്ഷരങ്ങളിലുള്ള ആളുകൾക്ക് അതിയായ സഹനശക്തി ഉണ്ടാകും. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അവർ അതിനെ നേരിടും. അവർ എളുപ്പത്തിൽ തകരുന്നവരല്ല. ഇവരുടെ ജീവിതം ചിലപ്പോൾ അല്പം സ്ലോ ആയിരിക്കും. അതായത് അവർക്ക് വിജയം വൈകി ലഭിക്കാം.
പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവർ നേടുന്ന വിജയം വളരെ സ്ഥിരമായിരിക്കും. ഇവർക്ക് കൃത്യനിഷ്ഠ വളരെ പ്രധാനമാണ്. അവർ എന്ത് ചെയ്താലും അതിനെ കൃത്യമായി ശരിയായി ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇവർ വിശ്വസനീയരായ ആളുകളായിരിക്കും. ഇവരുടെ മറ്റൊരു വലിയ ഗുണം സ്നേഹമാണ്. അവർ ഒരാളെ സ്നേഹിച്ചാൽ അതിനെ വളരെ സത്യസന്ധമായി സൂക്ഷിക്കും. സ്നേഹത്തിലൂടെ ആളുകളെ കീഴടക്കാൻ ഇവർക്ക് കഴിയും. ഇനി അടുത്തത് സംഖ്യ 9, IR എന്ന അക്ഷരങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നു. ഈ സംഖ്യയെ സ്വാധീനിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്നത് എനർജി, കറേജ്, ഡിറ്റർമിനേഷൻ എന്നിവയുടെ പ്രതീകമാണ്. ഈ അക്ഷരങ്ങളിലുള്ള ആളുകൾ വളരെ ശക്തമായ മനസ്സുള്ളവരായിരിക്കും. അവർ ഒരിക്കൽ എടുത്ത തീരുമാനം അതിനെ പൂർത്തിയാകാതെ അവർ നിർത്തില്ല. ജീവിതത്തിൽ ഇവർക്ക് ചിലപ്പോൾ കഷ്ടപ്പാടുകൾ കൂടുതലായിരിക്കും. പക്ഷേ ആ കഷ്ടപ്പാടുകൾ തന്നെയാണ് ഇവരെ ശക്തരാക്കുന്നത്. ഒടുവിൽ അവർ വലിയ നേട്ടങ്ങൾ കൈവരിക്കും. ഇവരുടെ ജീവിതം ഒരു സ്ട്രഗിൾ ആയിരിക്കാം, പക്ഷേ അതിൻ്റെ അവസാനം ഒരു വലിയ വിജയമുണ്ടാകും. അതാണ് ഈ സംഖ്യയുടെ പ്രത്യേകത. ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ജീവിതം ഇതുപോലെ തന്നെയാകുമെന്ന്. ഇത് ഒരു മാർഗനിർദ്ദേശം മാത്രമാണ്, ഒരു ദിശയാണ്. നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ പരിശ്രമവും നമ്മുടെ ചിന്തകളുമാണ്. സംഖ്യാശാസ്ത്രം നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ നൽകും. നമ്മളുടെ ശക്തി എന്താണ്, ദൗർബല്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ സംഖ്യ 5 ആണെങ്കിൽ, അതായത് ENW എന്ന അക്ഷരം ഈ വിഭാഗത്തിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ ശ്രമിക്കാം. അതാണ് ഇതിൻ്റെ പ്രധാന ഗുണം. അതുപോലെ നിങ്ങൾ സംഖ്യ 8 ആണെങ്കിൽ HQZ എന്ന അക്ഷരങ്ങളാണ് 8 വിഭാഗത്തിൽ വരുന്നത്. നിങ്ങൾക്ക് പേഷ്യൻസ് വളരെ കൂടുതലാണ്. അതിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടാം. അതായത് ഇത് നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒന്നല്ല, മറിച്ച് നമ്മളെ ബെറ്റർ ആക്കാനുള്ള സഹായിക്കുന്ന ഒരു ടൂളാണ്. അവസാനമായി ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമ്മുടെ പേര്, നമ്മുടെ ജനനം, നമ്മുടെ ഗ്രഹങ്ങൾ ഇവയെല്ലാം നമ്മളെ സ്വാധീനിക്കാം. പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്ര വലിയ ചാലഞ്ചസ് ഉണ്ടായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. നിങ്ങളുടെ ഉള്ളിൽ അതിന് വേണ്ട ശക്തി ഉണ്ട്. അതുകൊണ്ട് ഈ അറിവ് ഉപയോഗിക്കുക. നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളെ മെച്ചപ്പെടുത്താൻ, നിങ്ങളുടെ ജീവിതം കൂടുതൽ നല്ലതാക്കാൻ. അത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കട്ടെ, കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.